welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുളിയിഞ്ചിയാണ്. സാധാരണ പുളിയിഞ്ചിയല്ല, ഇരുമ്പം പുളിയിഞ്ചി. ബിലിമ്പി എന്ന് നമ്മൾ പറയാറില്ലേ. ഇരുമ്പം പുളിക്ക് ഒരുപാട് പേരുകളുണ്ട്. ഇരുമ്പം പുളി, ഇരുമ്പാമ്പുളി, ഇലിമ്പിപ്പുളി, ചീമപ്പുളി, ഓർക്കാപ്പുളി, അങ്ങനെ കുറേ പേരുകളുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സാധാരണ ഇഞ്ചിപ്പുളിയേക്കാൾ ടേസ്റ്റ് കൂടുതലാണ് ഇരുമ്പം പുളി ഇഞ്ചിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇരുമ്പം പുളി കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് തൊടുകറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സദ്യക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കുറേശ്ശെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പം പുളി ഇഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കിലോയോളം ഇരുമ്പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിലെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വിളഞ്ഞ പുളി നോക്കിയെടുക്കുക. അതാണ് ടേസ്റ്റ്. ഒരു ചെറിയൊരു മധുരം കൂടി തോന്നി തുടങ്ങുന്ന ഒരു പരുവത്തിൽ പുളി നോക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി അരിയേണ്ട കാര്യമൊന്നുമില്ല, മുറിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കത് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒരേ ലെവലിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കളയണം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ തന്നെ ഈ പുളിയുടെ കളറൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങും. ഒരല്പം യെല്ലോയിഷ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇത് സോഫ്റ്റായി തുടങ്ങും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. കാരണം ഈ ഇതിനൊരു ചെറിയൊരു കറ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് തിളപ്പിക്കുമ്പോഴേക്കും ആ വെള്ളത്തിൽ ആ ഒരു കറയെല്ലാം പോയി കിട്ടും. അതിനുശേഷം നമുക്കിത് ചെറുതായി ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിനകത്ത് കുരുവൊക്കെ ഉണ്ടാകും, അതൊന്നും കളയേണ്ട കാര്യമില്ല. ചെറിയ കുരുവാണ്. അത് നമുക്കിതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനി വേണം. ശർക്കരപ്പാനി ഞാൻ ഒരു കപ്പോളം ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തതാണ്. അല്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതാണ്. അതിനുശേഷം വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞതെടുക്കാം. അത് ഏകദേശം ഒരു അരക്കപ്പോളം വരും. അരക്കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. അരക്കപ്പോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. അരക്കപ്പോളം പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ഇത്രയും അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തൊട്ട് 2.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് വ്യത്യാസം വരുത്താം. പിന്നെ കടുക് താളിക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. മാക്സിമം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി എടുത്ത് വെച്ചിട്ട്, മൺചട്ടിയാണ് നല്ലത്. ഇരുമ്പം പുളിയിൽ ആ ഒരു പുളിയും ഉള്ളതുകൊണ്ട് നമ്മൾ അലുമിനിയം പാത്രവും സ്റ്റീൽ പാത്രവും ഒന്നും മാക്സിമം ഉപയോഗിക്കരുത്. കാരണം അത് റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം മൺചട്ടിയിൽ തന്നെ ഇത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു മൺചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിൽ വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉണ്ടാവണം. ഒരു 3-4 ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് നമുക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ ഒത്തിരി വലിയ പീസായാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക.
ഇതെല്ലാം ആവശ്യത്തിന് ചേർത്തിരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഇരുമ്പൻ പുളി ഇഞ്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിറച്ച് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നിറയെ ചേർത്ത് കൊടുക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചെറുതായി മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിത് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഒന്നെങ്കിൽ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ചട്ടി നന്നായി ചൂടായിരിക്കുകയാണെങ്കിൽ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പൊടികൾ ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പുളി ഇനി നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് വേവിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ഇതിനകത്ത് ഇനി ശർക്കര പാനിയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും. ഈ പുളിയുടെ പുളിപ്പും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താലാണ് ടേസ്റ്റ്. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പുളിയും മധുരമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുളി എടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം മൂത്ത പുളി നോക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. നമ്മൾ തീരെ പിഞ്ച് പുളിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് പുളിപ്പും കുറവായിരിക്കും, ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം മൂത്ത് വിളഞ്ഞ പുളി നോക്കി സെലക്ട് ചെയ്ത് പറിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കറിക്ക്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പം ലൂസായി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ലൂസ് ആവണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ശർക്കര പാനി ഇനി ചേർക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് ലൂസായി പോകും ശർക്കര പാനി കൂടെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിനകത്തേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കാം. കാരണം ഇത് 5 മിനിറ്റ് അങ്ങനെ തിളപ്പിക്കുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. ശർക്കര പാനിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും പിടിച്ച് നല്ല കുറുകി വരും. കുറച്ചൊന്ന് കുറുകി കിട്ടുന്നവരെ നമുക്കിതിനകത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നന്നായിട്ട് നോക്കുക. പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരം വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇരുമ്പൻ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എത്തുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ശർക്കരയുടെ മധുരം കൂടുതൽ ഇഷ്ടമാവില്ല, അപ്പോൾ ഇത്രയും ചേർക്കേണ്ട, ശർക്കര കുറച്ച് ചേർത്താൽ മതി. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ശർക്കര ചേർക്കുന്ന അത്രയും ടേസ്റ്റ് പഞ്ചസാര ചേർത്താൽ വരില്ല, അത് സത്യമാണ്. അപ്പോൾ മാക്സിമം ശർക്കര തന്നെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. സദ്യയ്ക്കും നിങ്ങൾക്ക് തൊടുകറിയായിട്ട് വിളമ്പാം. അല്ലാതെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലോ ഇഡ്ഡലിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലി, ദോശ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറേ ദിവസം ചീത്തയാകാതിരിക്കും കേട്ടോ. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. ഏകദേശം 1 മാസം വരെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പികളായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്